ഹായ് ഹലോ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി നമ്മൾ ഓൾറെഡി കാർഡ് ഷഫിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വലുത് വരുന്ന റീഡിംഗ് ആണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ ആരായിരുന്നു, എന്തുകൊണ്ടാണ് ഈ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത്, ഇനി എന്താണ് നെക്സ്റ്റ്, എന്താണ് അവർ ചെയ്യാൻ പോകുന്ന കാര്യം. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഈ റീഡിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുകയാണെങ്കിൽ സ്വീകരിക്കാം, ഇല്ല വെച്ചാൽ വിട്ട് കളയൂ കേട്ടോ. ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഓക്കെ, 7 ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ ഓപ്ഷൻ ആയിരുന്നു എന്ന് പറയുന്നു. ഒരുപാട് കാര്യങ്ങൾ അവർക്കുണ്ടായിരുന്നു, ആ ഒരു കാര്യത്തിൽ നിങ്ങൾ അവർക്ക് ഒരു ചോയ്സ് ആയിരുന്നു എന്ന് പറയാണ്. 7ൻ്റെ എനർജിയാണ്. അവർക്ക് ചുറ്റും ചെയ്യാനുള്ള കാര്യങ്ങളെ ഇവിടെ കാണിക്കുന്നു. അപ്പോഴാണ് നിങ്ങളുടെ വരവും നിങ്ങളുമായിട്ടുള്ള പ്രണയവും സംഭവിച്ചതെന്ന് പറയുന്നു. ഒരു ഫാൻറ്റസിയിലൂടെ പോയിട്ടുള്ള ഒരു ബന്ധമായിരുന്നു ഇത് എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. കുറച്ചു കാലം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് സന്തോഷിച്ചിരുന്ന നിമിഷത്തെ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. അവർ ഇമാജിൻ ചെയ്തിട്ടുള്ള ലൈഫ് നിങ്ങളുമൊത്ത് അവർ എൻജോയ് ചെയ്തിരുന്നു. ശേഷം അവരിലേക്ക് സംഭവിച്ചിട്ടുള്ള ഒരു മാറ്റത്തെയാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത്. 8 ഓഫ് കപ്സിൻ്റെ എനർജി. 8 ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ അവരിലെ സിറ്റുവേഷനെ, സാഹചര്യത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരാണ്. ലെറ്റ് ഇൻ ഗോ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മാറി നിന്നു എന്നാണ് കാർഡ് പറയുന്നത്. സ്പീഡായിട്ടുള്ള ഒരു ആക്ഷനെ തന്നെയാണ് കാണിക്കുന്നത്. അവർ അവരുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് മാറിപ്പോയി എന്നാണ് പറയുന്നത്. ഫീലിംഗ് സ്റ്റക്കിനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ എനർജി ഇവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അവരും അത്രയേറെ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങളിൽ നിന്ന് മാറിപ്പോവാണ് ചെയ്തിട്ടുള്ളത്. വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ അവർ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇവിടെ ഡിസപ്പോയിൻമെൻ്റ് ആണ് കാർഡ് കാണിക്കുന്നത്. നിങ്ങൾ അനുഭവിക്കുന്ന വേദനയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഈ ഒരു ബന്ധത്തിൽ ഒരു നെഗറ്റീവ് എനർജിയാണ് പിന്നിൽ നിങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ പോയിട്ടുള്ളത് എന്ന് യൂണിവേഴ്സ് പറയാണ്. 7 ഓഫ് പെന്റക്കിളിൻ്റെ എനർജിയാണ്. അവരുടെ കരിയർ, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അത് തന്നെയാണ് അവർ മുന്നോട്ട് കണ്ടിട്ടുള്ളത്. ആ ഒരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ടാണ്, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളതെന്ന് പറയുന്നു. ഇവിടെ അവർ നേടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കരിയർ നല്ല രീതിയിൽ പ്രോഗ്രസ്സിൽ എത്തുന്നുണ്ട്. അവർ ചിന്തിച്ചത് അവർ റൈറ്റ് ഡയറക്ഷനാണ്. നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത് ശരിയാണെന്ന് അവർ ചിന്തിച്ചു. അവരുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ഇവിടെ നെക്സ്റ്റ് കാർഡ് പറയുന്നത് 8 ഓഫ് പെന്റക്കിളിൻ്റെ എനർജിയാണ്. 8 ഓഫ് പെന്റക്കിളിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ അവരുടെ കഴിവിനനുസരിച്ച് അവർക്ക് ധാരാളമായിട്ട് സമ്പാദ്യത്തെയാണ് കാണിക്കുന്നത്. ഒരു കാര്യത്തിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അതിലൂടെ അവർ നേടിയെടുക്കുന്ന പ്രോഗ്രസ്സിനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. മെത്തോളജിക്കൽ പ്രോഗ്രസ് എന്നാണ് കാർഡ് പറയുന്നത്. ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ അവർ നിങ്ങളിൽ നിന്നും മാറിപ്പോയിട്ടുള്ളത്, ആ ഒരു കാര്യത്തിൽ പ്രോഗ്രസ് തന്നെയാണ്. ആ ഒരു കാര്യത്തിൽ അവർക്ക് വിഷമമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത് അവരുടെ കരിയർ, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് ഇവിടെ കാർഡ്സ് പറയുന്നു. ആ ഒരു യാഥാർത്ഥ്യത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. നെക്സ്റ്റ് കാർഡ് അതിനുശേഷം അവരിലേക്ക് സംഭവിച്ചിട്ടുള്ള കാര്യത്തെയാണ് കാണിക്കുന്നത്. നൈറ്റ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. അവർ തനിച്ചാകുന്ന നിമിഷത്തെ കാണിച്ചു തരികയാണ്. ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ അവർ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത്, നിങ്ങളിൽ നിന്നും മാറി നിന്നിട്ടുള്ളത്, അവിടെ അവർക്ക് പ്രോഗ്രസ് ഒക്കെ ഉണ്ട്. പക്ഷേ അവരായിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവർ തനിച്ചാണെന്ന് പറയുന്നു. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒറ്റപ്പെടുമ്പോഴാണ് തിരിച്ചറിയുന്നത് ഇവിടെ പണത്തിനല്ല മുഖ്യം, സ്നേഹത്തിനാണ് എന്ന്. അവർ തിരിച്ചറിവ് വരുമ്പോഴാണ് അവർ കറേജ് ഏറ്റെടുക്കുന്നത്, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇൻസ്പയർഡ് ആക്ഷനെയാണ് കാണിക്കുന്നത്. അഡ്വഞ്ചറായിട്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് തയ്യാറാകുന്ന അവരുടെ ഫീലിങ്സിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ സാഹചര്യം എന്തു തന്നെ ആയാലും ആദ്യകാലത്തിൽ പാസ്റ്റിൽ അവർക്ക് നിങ്ങളൊരു ഓപ്ഷൻ ആയിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട്
നിങ്ങളില്ലാതെ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് തയ്യാറാകുന്ന ഫീലിങ്സിനെയാണ് കാണിക്കുന്നത്. തനിച്ചാണ് അവർ, ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ തെറ്റ് ചെയ്തത് അവരാണെന്ന് കാർഡ്സ് പറയുന്നുണ്ട്. അവരുടെ ഗ്രോത്ത് തന്നെയാണ് അവർ ആഗ്രഹിച്ചിട്ടുള്ളത്, അവർ മാറുന്നിട്ടുള്ളത്. ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ എന്താണ് നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ ഏസ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ന്യൂ ഐഡിയ അവർക്ക് വരുന്നുണ്ട്. ഇവിടെ നിങ്ങളെന്ന വ്യക്തിയിലേക്ക് തിരിച്ചു വരുവാനായിട്ട് അവരും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആദ്യമൊക്കെ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിഞ്ഞിട്ടുണ്ടായില്ല. അവർ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് അവരുടെ കരിയർ, അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് നിങ്ങൾക്ക് പ്രാധാന്യം നൽകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. നിങ്ങൾ എന്ന വ്യക്തിയെ അവർ മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണ്. ബ്രില്യൻ്റ് ഫ്യൂച്ചറാണ് അവർ സ്വപ്നം കാണുന്നത്. നിങ്ങളുമൊത്തുള്ളൊരു ജീവിതം അവർ ആഗ്രഹിക്കുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്. കാരണം ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. 2 ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് അവർ തിരിച്ചറിയുന്നു. നിങ്ങളെ മറക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് അവരുടെ പാർട്ട്ണർ എന്നാണ്. കമ്മ്യൂണിറ്റിയാണ് കാണിക്കുന്നത്, ഫാമിലിയാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു ലവ് കണക്ഷനെ കാണിക്കുന്നുണ്ട്, ലവ് കോൺട്രാക്റ്റിനെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്രാധാന്യം നൽകാനായിട്ട് അവർ തയ്യാറായി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇന്ന് മാറിപ്പോയിട്ടുള്ളത്, അവിടെയൊന്നും അവർക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ഇന്നർ പീസ് കിട്ടുന്നില്ല, മനസമാധാനം കിട്ടുന്നില്ല, സന്തോഷ നിമിഷങ്ങൾ കിട്ടുന്നില്ല. എന്നാൽ നിങ്ങളെന്ന വ്യക്തിയുടെ പോസിറ്റീവ് എനർജി, മോട്ടിവേഷൻ, നിങ്ങളുടെ ആ സ്നേഹം, ഇതൊന്നും അവിടെ കിട്ടുന്നില്ല. മെറ്റീരിയലായിട്ടുള്ള അബണ്ടൻസിന് വേണ്ടിയിട്ട് നിങ്ങളിന്ന് മാറിപ്പോയിട്ടുള്ള പേഴ്സണ് നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷത്തെ കാണിക്കുകയാണ്. നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ആക്ഷനെയാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത്. കിങ് ഓഫ് സോർട്സിൻ്റെ എനർജി. വളരെ സൂക്ഷ്മമായിട്ട് തന്നെയാണ് ഈ ഒരു ബന്ധത്തെക്കുറിച്ചിട്ട് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ ആഴങ്ങളിലേക്ക് അവർ പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. ഇവിടെ ലോജിക്, റൂൾസ് ആൻഡ് ലോ എന്നാണ് പറയുന്നത്. ക്ലിയർ തിങ്കിങ്ങിനെയാണ്. എങ്ങനെയാണ് അവർ ക്ലിയർ തിങ്കിങ്ങിലേക്ക് എത്തിയിട്ടുള്ളത്? ചുറ്റുപാടുമുള്ള വ്യക്തികളെ അവർ അനലൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെന്ന വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വ്യക്തികൾ അവരുടെ ലൈഫിൽ വന്നും പോയിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങളാണ് ആത്മാർത്ഥമായിട്ട് അവരെ സ്നേഹിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന നിമിഷത്തെ ഇവിടെ കാണിക്കുകയാണ്. കറേജ് വരുന്നുണ്ട്, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സത്യം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളുടെ സ്നേഹം അത്രയും ആത്മാർത്ഥമായിട്ടുള്ളതാണെന്ന് അവർ തിരിച്ചറിയുന്നു. ഡിസിഷൻ മേക്കിങ്ങിനെയാണ് കാർഡ് പറയുന്നത്. ഫ്യൂച്ചർ നിങ്ങളുമൊത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓപ്ഷൻ മാത്രമായിരുന്നു നിങ്ങൾ അവരുടെ ലൈഫിൽ ആരായിരുന്നു, ഇന്നെന്താണ് എന്നവർ തിരിച്ചറിയാണ്. ഇനി നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളെയാണ് ഞാൻ നോക്കുന്നത്. അവർ വാക്കുകളിലൂടെ പറയാനായിട്ട് പോകുന്ന കാര്യത്തെയാണ്. കാർഡ് ഷഫിൾ ചെയ്യുന്നത് ആദ്യം ഞാൻ കാണിക്കാഞ്ഞത് അത്രയും സമയം പോകും എന്ന് കരുതിയിട്ടാണ്. പെട്ടെന്ന് എടുക്കുകയാണേ. ഇന്ന് കുറച്ചധികം റീഡിങ്സ് ഉണ്ട്. റിഗ്രറ്റ്, നിങ്ങളുടെ പേഴ്സണ് സംഭവിക്കുന്ന കാര്യത്തെയാണ് കാണിക്കുന്നത്. കോൺവെർസേഷൻ. ഓക്കെ. സ്പേസ് നിങ്ങളുടെ എനർജിയാണ്. ഷാഡോ സൈഡ്, ഹോപ്പ്, റെസിപ്രോസിറ്റി, കൺഫ്യൂഷൻ. ഒരു കാര്യം കൂടി എടുക്കാം, ഇതിനിടയിൽ കോൾസ് വരുന്നുണ്ട്. ഇൻസെപ്പറബിൾ. അപ്പോൾ ഈ ബന്ധത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് യൂണിവേഴ്സ് ആദ്യം തന്നെ കാർഡ്സിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി വാക്കുകളാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജിനെയാണ് കാർഡ് പറയുന്നത്. ഹോപ്പ് എന്നാണ് കാർഡ് കിട്ടിയിട്ടുള്ളത്. ഐ ഹാവിൻ ഗിവൻ അപ്പ് ഓൺ അസ് യെറ്റ്. ഞാൻ ഇതുവരെ നിങ്ങളെ കൈവിട്ടിട്ടില്ല എന്ന് അവർ പറയാണ്. അവർ പൂർണ്ണമായിട്ട് നിങ്ങളെ മാറ്റി നിർത്തിയിട്ടില്ല എന്ന് പറയാണ്. കാരണം അവർ തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് പോകുന്ന കാര്യമാണ്, ഞാൻ നിന്നെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് പോയതല്ല, എനിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പോയതെന്നവർ പറയാണ്. അവരുടെ ഷാഡോ സൈഡാണ് കാണിക്കുന്നത്. യു മെയ്ഡ് മീ റിയലൈസ് മൈ ഫ്ലോസ്. അപ്പം നിങ്ങളാണ് അവരിലേക്ക് തിരിച്ചറിവ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് അവർ പറയാണ്. അതായത് അവരുടെ പോരായ്മകൾ മനസ്സിലാക്കാനായിട്ട് നിങ്ങളാണ് ഇടവരുത്തിയത്. ഈ ഒരു സെപ്പറേഷനാണ് ഇടവരുത്തിയതെന്ന് പറയാണ്.
കാരണം നിങ്ങളാണ് അവർക്ക് തിരിച്ചറിവ് കൊടുത്തിട്ടുള്ളത്. ആരാണ് ശരി, ആരാണ് തെറ്റ്, നിങ്ങളുടെ സ്നേഹം എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഇടവരുത്തിയിട്ടുള്ളത്. റെസിപ്രോസിറ്റി, ഐ വാണ്ട് ടു ഹാവ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. ഇവിടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ബന്ധത്തിൽ ആദ്യമൊക്കെ പാസ്റ്റിൽ തുല്യത ഉണ്ടായിട്ടില്ല. ഇനി തുല്യതയോടുകൂടി അവർക്കൊപ്പത്തിന് പോവാനായിട്ട് യൂണിവേഴ്സ് പറയാണ്. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്, തുല്യത. ആ ഒരു കാര്യം നിങ്ങളിലേക്ക് തരാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരുങ്ങുന്നുണ്ട്. അതാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം തുല്യത വേണമെന്നാണ്. ആ ഒരു കാര്യത്തിലേക്ക് അവരെത്തുന്നുണ്ട്. നിങ്ങൾക്ക് അവരുടെ ലൈഫിൽ ഒരു സ്ഥാനമുണ്ട്. ആ ഒരു വാല്യൂവിനെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. ആദ്യം നിങ്ങൾക്ക് കിട്ടാത്തൊരു കാര്യമാണ്. ഓക്കെ. റിഗ്രറ്റ്, ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻഡ്. അവരുടെ കുറ്റബോധത്തെയാണ് കാണിക്കുന്നത്. ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് അവർ ചിന്തിക്കുകയാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അവർ കാരണമാണെന്നുള്ള കുറ്റബോധം തന്നെയാണ് കാണിക്കുന്നത്. അവർ ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെയൊന്നും സംഭവിക്കരുത്, എങ്ങനെയൊക്കെയൊക്കെ സംഭവിച്ചു പോയി. അപ്പം അവരുടെ തെറ്റുകളെ അവർ മനസ്സിലാക്കുന്നു. അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് കോൺവെർസേഷനായിട്ട് കാണിക്കുന്നത്. ഐ വാണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. നിങ്ങളുടെ ശബ്ദം കേൾക്കാനായിട്ട്, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ എനർജി സ്പേസ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഐ നീഡ് മോർ ടൈം ടു തിങ്ക്. നിങ്ങൾ പറയാണ് കുറച്ചും കൂടി എനിക്ക് സമയം വേണം. നിങ്ങൾ എന്നിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയി നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്, ഓക്കെ, നിങ്ങളുടെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട്. ഇനി നിങ്ങൾ തിരിച്ചു വരുമ്പോൾ എനിക്ക് കുറച്ച് സ്പേസ് വേണം, എനിക്ക് കുറച്ച് സമയം വേണം. ഇനി നിങ്ങൾ പോവില്ല എന്ന് എന്താ ഉറപ്പ്? നിങ്ങളുടെ മനസ്സിലുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കയ്യിലാണ്, തീരുമാനങ്ങൾ നിങ്ങളുടേതാണ്. കൺഫ്യൂഷൻ, ഐ ഫീൽ അൺക്ലിയർ അബൌട്ട് വേർ വി സ്റ്റാൻഡ്. നിങ്ങൾ പറയാണ് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മുടെ സ്റ്റാൻഡ് എന്താണ്? ഇതിനൊരു വ്യക്തത തരൂ. നിങ്ങളുടെ കൺഫ്യൂഷനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർ കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ പറയാണ് ഈ ഒരു ബന്ധം എന്താണെന്ന് എനിക്ക് വ്യക്തമാക്കി തരൂ. എനിക്കൊന്നും അറിയുന്നില്ല, നിങ്ങൾ ചിലപ്പോൾ വരും ചിലപ്പോൾ പോവും, ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ തന്നെ എനിക്ക് ഈ ലൈഫിനെ കുറിച്ച് ഇല്ല എന്ന് നിങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കുറച്ചുകൂടി ചിന്തിക്കണമെന്ന് അവരോട് പറയുന്നത്, ആ ഒരു ആവശ്യത്തെ അവരോട് മുന്നോട്ട് വെക്കുന്നത്. ഇൻസെപ്പറബിൾ, അവർ തിരിച്ചറിയുന്നൊരു കാര്യം, യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നൊരു മെസ്സേജാണ്. അവർ ലവ് ഈസ് ഓൾവേസ് ദർ ഡിസ്പൈറ്റ് ദി ഡിസ്റ്റൻസ്. നമ്മൾ തമ്മിൽ എത്ര അകലുണ്ടെങ്കിലും ആ സ്നേഹം അവിടെ തന്നെ ഉണ്ടെന്ന് പറയുകയാണ് അവർ. നിങ്ങളോട് പറയുന്ന കാര്യങ്ങളെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. അവരുടെ മനസ്സിലൂടെ പോകുന്ന കാര്യത്തെയാണ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അവരുടെ മനസ്സിലൂടെ പോകുന്ന കാര്യത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്, ടാരോ കാർഡിലൂടെ പറയുന്നുണ്ട്. ഇന്നേ കുറച്ചധികം തിരക്കുള്ള ദിവസമാണ്, അതുകൊണ്ടാണ് ഫാസ്റ്റായിട്ട് പോകുന്നത്. അപ്പോൾ റീഡിങ് നിർത്തുകയാണ്. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.